എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഓണസദ്യയിലെ ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പൊ നമ്മുടെ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വിഭവമാണല്ലോ നമ്മുടെ പായസം. അത് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന പായസം തന്നെ. പല ടൈപ്പ് പായസമുണ്ട്. നമ്മൾ തന്നെ പല വെറൈറ്റി പായസങ്ങൾ ഓൾറെഡി 2 വർഷത്തിനിടയ്ക്ക് ഇട്ടിട്ടുണ്ടല്ലേ. ഓണസദ്യയിൽ നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വിഭവമാണല്ലോ നമ്മുടെ മധുരം നുകരുന്ന പായസം. ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം പായസം ഓൾറെഡി നമ്മൾ തന്നെ കുറേ പായസത്തിൻ്റെ ഡിഷുകൾ, പല വെറൈറ്റി പായസങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചത് ചക്കപ്പായസാന്ന് തോന്നണു അല്ലേ, ചക്കപ്പായസം. അപ്പൊ അങ്ങനെ ചക്കപ്പായസം, സേമിയ പായസം, ഗോതമ്പ് പായസം, അരിപ്പായസം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം, മാമ്പഴ പായസം, ഒത്തിരി പായസങ്ങളുണ്ട്. ഇത് പലതും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ ഒരുപാട് തരത്തിലുള്ള ഒരു പായസത്തിന്റെ നീണ്ട നിര തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും പുരാതന കാലം മുതൽക്കേ പായസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പാൽപായസത്തിനെയാണ് അല്ലെ. ഞാൻ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ ചുമ്മാ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയേ. പാൽപായസത്തെ പറ്റിയൊക്കെ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ പാൽപായസത്തെ പറ്റി ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥ ഞാൻ കണ്ടു ഗൂഗിളില്. ബൈ ചാൻസ് ആയിട്ട് കാണാൻ ഇടവന്നൊരു കഥയാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. വളരെ പുരാതന കാലത്ത് ഉണ്ടായ ഒരു കഥയാണത്. നമ്മുടെ മലയാള ഭാഷയുടെ കവിയും പ്രശസ്ത തുള്ളൽ നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവുമായി നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉൾപ്പെടുന്ന ചില വിശിഷ്ടമായ അതിഥികളൊക്കെ ഉൾപ്പെട്ട മഹാരാജാവിന്റെ ഒരു വിരുന്നില് സദ്യക്ക് ശേഷം കുഞ്ചൻ നമ്പ്യാർ പറയുകയുണ്ടായി അത്രേ, എന്റെ വയറ് നിറഞ്ഞു, ഇനി തനിക്ക് കൂടുതലൊന്നും ഇനി കഴിക്കാൻ മേല എന്ന് പറഞ്ഞപ്പോ മഹാരാജാവ് ഉടനെ തന്നെ പാൽപായസം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. പാൽപായസം കൊണ്ടുവന്നപ്പോഴേക്കും കുഞ്ചൻ നമ്പ്യാർ, രാജാവ് പറഞ്ഞതല്ലേ, അതെന്തായാലും തിരസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പാൽപായസം കൊണ്ടുവന്ന ഉടനെ തന്നെ കുഞ്ചൻ നമ്പ്യാര് അത് വളരെ ആസ്വദിച്ച് കഴിക്കുകയുണ്ടായി. ഇത് കേട്ട മഹാരാജാവ് ഉടനെ തന്നെ നമ്പ്യാരോട് ചോദിച്ചു, നമ്പ്യാരുടെ വയറ് നിറഞ്ഞു, ഇനി ഒന്നും കഴിക്കാൻ മേല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എങ്ങനെയാണ് ഈ പാൽപായസം കഴിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഫലിതപ്രിയനായ നമ്പ്യാര് പറഞ്ഞത്രേ, ഒരു തിങ്ങി നിറഞ്ഞ ഒരു ആൾക്കൂട്ടം ഉള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് മഹാരാജാവ് എഴുന്നള്ളുന്നു എന്നറിയിക്കുമ്പോ എങ്ങനെയായാലും ജനങ്ങള് മഹാരാജാവിനായിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുമല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് പാൽപായസവും എന്നാണ് ഒരു പണ്ടത്തെ ഒരു കഥയാണത്. അതൊരു ഭയങ്കര ഒരു കഥയല്ല. അപ്പോഴാണ് ആ പാൽപായസത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ജസ്റ്റ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ കണ്ട ഒരു ചെറിയ കഥയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് വെറുതെ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പായസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ദിവസം നമുക്ക് പാൽപായസം ട്രൈ ഉണ്ടാക്കാം. അധികം വൈകാതെ തന്നെ ചെയ്യാം. ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും വിചാരിച്ചു കാണും ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യുന്നത് പാൽപ്പായസാന്ന് കരുതിയിട്ടുണ്ടാവൂലേ. പക്ഷേ പാൽപ്പായസം അല്ലാട്ടോ ഞങ്ങൾ ചെയ്യണേ. ഞങ്ങള് വേറൊരു വെറൈറ്റി പായസമാണ് ചെയ്യണേ. വെറൈറ്റി എന്ന് പറയാം അല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല റിസൾട്ടാണ് അതിന് കിട്ടിയത്. ശർക്കര ചേർത്തിട്ടുള്ള സേമിയ പായസം. അപ്പൊ പഞ്ചസാര ചേർക്കുന്നത് പോലെ തന്നെ ടേസ്റ്റാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ കളറും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ പോലെ വരും ശർക്കര ചേർക്കുന്നത്. പിന്നെ ശർക്കരയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ. അപ്പം ഇത് സേമിയ ആണെന്ന് കരുതി ആരും ശർക്കര ചേർക്കാതിരിക്കണ്ട. ശർക്കര ചേർത്തൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, ഷുവറായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മുടെ ഓണം സീരീസിലേക്ക് നമ്മൾ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ശർക്കര പായസം ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് സേമിയ നമ്മൾ നെയ്യിലാണ് വറക്കണത്. എന്നാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ, റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വറക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നെയ്യ് ഇപ്പം സേമിയ വറക്കാനായിട്ട് എത്രത്തോളം ഇടണമെന്ന് അങ്ങനെ ഒരു കൃത്യ അളവ് പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ഈ സ്പൂണിന്
ഈ സ്പൂണിന് 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമ്മൾ ഈ ചൂടായി കഴിയുമ്പോഴേ സേമിയ കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുക കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്തതിലേക്ക് ചേർത്താൽ മതി. ചേർത്തോ. ബ്രോക്കൺ സേമിയാണ്. ഇനി നമുക്കത് ഇളക്കി കൊടുക്കണം. ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസിലിയാണിത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പാലതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് മീഡിയത്തിലാട്ടോ അപ്പം ഇട്ടേക്കണത്. മീഡിയത്തിൽ കിടന്ന് വറ്റണതും വേവണതുമാണ് ടേസ്റ്റ്. തീ ഒരുപാട് കത്തിയത് വെന്ത് കഴിഞ്ഞാൽ സേമിയയിലേക്ക് ചിലപ്പോൾ വേവ് കയറൂല, സാധനം കുറുകയും ചെയ്യും. അപ്പം നമുക്കിത് ഇത് ഫ്രിഡ്ജിലിരുന്ന് പാൽ കവറാണ്. ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് സ്വല്പം ഐസ് ഫോമിലൊക്കെ ഇരിക്കണം. ഞാനത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ ശർക്കര ആണെങ്കിലും പാൽ ഉപയോഗിക്കണം അല്ലേ? പിന്നെ പാൽ ഉപയോഗിക്കാതെ ഇതാവോ പായസമാവോ? ഫുൾ ശർക്കര ഇല്ല. ശർക്കര മാത്രമായിട്ട് ഇങ്ങനെ പായസം ഉണ്ടാവണേ. ഇതോരെണ്ണം കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തു. ഇത് മെൽറ്റായി വന്നോളും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ് പൊട്ടിച്ച് ചേർക്കണ്ട നമ്മൾ, 1 ലിറ്റർ കേട്ടോ. ഇതങ്ങ് ഉരുകി വന്നോളും. ഞാൻ കാര്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാ, മെൽറ്റായി കിട്ടാനായില്ല. ഇതിന് മുമ്പ് ഉണ്ടാക്കാന്ന് കരുതി. തീറ് മഴയാവുന്നാവും. അപ്പം നമുക്ക് പരിപാടി ഉണ്ടാക്കി ഒന്നങ്ങ് കഴിക്കാമെന്ന് ഞാൻ കരുതി. താമസിപ്പിക്കണ്ടല്ലോ അല്ലേ? ഈ മഴയായതുകൊണ്ട് ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ കൂടുതൽ സമയം കിടന്നാൽ മടി പിടിക്കും. അത് കാരണം എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പം ഈ പരിപാടി എങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് ഇനി പതുക്കെ ഉരുകി വന്നോളും. ഫ്ലെയിം ഞാൻ പറഞ്ഞല്ലോ മീഡിയത്തിലാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത്. അപ്പം പതുക്കെ അതിൽ കിടന്ന് വെന്തോളും. നമ്മുടെ സേമിയ അപ്പൊ നല്ല സുന്ദരമായിട്ട് വരുന്നുണ്ട്. ഒരുവിധം വെന്തോ. ഇനിയിപ്പോൾ ചെയ്യേണ്ട പാലൊക്കെ മെൽറ്റായി ഒരുവിധം തിള വന്നു തുടങ്ങി. അപ്പം ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ ശർക്കരയായിരുന്ന ഇവിടെ 1 ഉണ്ട വാങ്ങിച്ചത് ഇരുന്നത്. അപ്പം അത് മറയൂർ ശർക്കരയാണ്, മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അത് ഞാൻ ഉരുക്കി വെച്ചിരുന്നു. ആ ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചാൽ മതി. കാരണം ഇത് മധുരം എങ്ങനെയാണ് ഇത് മധുരത്തിൻ്റെ അളവ് ഒന്ന് നോക്കണമല്ലോ, കൂടിപ്പോയാൽ ശരിയാവില്ലല്ലോ. അപ്പം ഇത് ഇത്ര 1 ഉണ്ട ഉരുക്കിയതാണ് കേട്ടോ. ഇതാണ് അത് നമുക്ക് ആദ്യം ഒന്ന് പകുതി കൊടുത്തേച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കിയേച്ച് മതി. പിന്നെ മതി ഇങ്ങനെ നോക്കാം പോരായ്മകളൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയണ്ടേ. ഇത് ചേർന്ന് തന്നെ ഇതുമായിട്ട് യോജിച്ച് മധുരം വേണമെങ്കിൽ ഞാൻ നോക്കാം കേട്ടോ. അല്ല ഇത് അത് നമ്മൾ നോക്കിക്കോളൂ. യോജിച്ച് വരട്ടെ ഇളക്കി. ഇത് ഞാൻ 1 ഉണ്ട ശർക്കര, അതായത് 1/2 കിലോ ശർക്കര മൊത്തം ഉരുക്കി വെച്ചിരുന്നത് ഇതിൽ ചേർത്തു കേട്ടോ. 1 ഫുൾ കപ്പ് മൊത്തം ചേർത്തു. 1 മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചായിരുന്നു എന്തോരുണ്ടെന്നുള്ളത്. 1/2 കിലോ ശർക്കരയാണ് ഇതിൽ ചേർത്തേക്കുന്നത്. ഏതാണ്ട് മധുരം ഒരു ഇതായിട്ടുണ്ട്. എന്നാലും ഇച്ചിരൂടെ ഉണ്ടെങ്കിലും നല്ലതാണെന്ന് എനിക്ക് തോന്നണത്. ഇത്രയും മതി, മധുരം മതിയോ? കറക്റ്റാണ്. എന്നാ അപ്പൊ 1/2 കിലോ ശർക്കര, 1 പാക്കറ്റ് സേമിയ, 1 ലിറ്റർ പാല് കേട്ടോ. അതിനാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇച്ചിരി കുറുകി, പക്ഷെ ഇനി ഇരിക്കുന്തോറും കുറുകി നമുക്ക് പാത്രം മാറ്റാം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, പാലിരിപ്പുണ്ടെങ്കിൽ കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്താൽ മതി കുറുകാതിരിക്കാനായിട്ട്. അടിപൊളി. സേമിയ പായസം വെച്ച് വാങ്ങി. നീ ഇപ്പൊ മകളെ കൊണ്ടൊന്ന് മധുരം ടേസ്റ്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ഇച്ചിരി കോരി എടുക്കുവാണ്. ഈ പാലടയുടെ ഒരു നിറം അല്ലേ ഇതാ? അങ്ങനെ തന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യ. എന്തുമാത്രം ഇവിടെ ഇരിക്കുന്നതാ. കുടിച്ചു നോക്കിക്കേ, നിങ്ങൾ തരാം. ചൂട് ഭയങ്കരമായിരിക്കും. ഞാൻ വായിലങ്ങനെ തന്നത് ക്യാമറയും ഫോണും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് എനിക്കിഷ്ടായി. കാരണം സാധാരണ എപ്പോഴും പഞ്ചസാര വെച്ചിട്ടാണ് നമ്മള് ഉണ്ടാക്കാറ്. അപ്പൊ ഇത്തവണ ഒരു ഡിഫറെന്റ് ആയിട്ട് ശർക്കര വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത് നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചുമ്മാ ഒരു ഡിഫറൻസിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. കഴിഞ്ഞില്ല. അതെ, നമുക്ക് ഡെക്കറേഷൻ ഉണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി കാണാം. നമ്മൾ ക്യാഷ്യൂ ഇല്ലേ, വറക്കാനായിട്ട് ഇതിന്ന് എടുക്കും. ഉള്ള ക്യാഷ്യൂ അങ്ങ് എടുത്തേക്കാം അല്ലേ? ഇനിയിപ്പോൾ വേറെ മേടിക്കാലോ. മൊത്തം എടുക്കാം. അല്ലെങ്കിൽ അത്രയും സാധനം ഇല്ല, ഒന്ന് പൊട്ടിച്ചേക്കാം അല്ലേ? അടുക്ക
എന്നിട്ട് പിന്നെ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റി ചേർക്കണം. എന്താ ഏലക്കായും പൊടിച്ചിടണം കേട്ടോ. അതെ. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പായസത്തിൻ്റെ. ആദ്യം കാഷ്യൂ ഇങ്ങനെ വഴറ്റി എടുക്കാം, പിന്നെ മുന്തിരിങ്ങ വഴറ്റാം. കാഷ്യൂ അങ്ങനെ വറുത്ത് പോരി ഞാൻ പായസത്തിലേക്ക് ചേർത്തു ഓൾറെഡി. ഇനി ഞാൻ മുന്തിരിങ്ങ വഴറ്റാനായിട്ടിട്ടേക്കും കേട്ടോ. ഇത് വഴറ്റി അതും ചേർത്തിട്ട് ഏലക്ക തൊണ്ട് കളഞ്ഞ് വെച്ചോളൂ, അത് പൊടിച്ചെടുക്കണം നമുക്ക്. അതും കൂടെ ചേർത്താൽ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് രണ്ടും ഞങ്ങൾ നെയ്യിലാണ് കേട്ടോ വഴറ്റുന്നത്. പായസത്തിന് എപ്പോഴും നെയ്യിലേ വഴറ്റാവുള്ളൂ. നെയ്യ് ഇരിക്കില്ലെങ്കിൽ ബട്ടർ ഇരിപ്പുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കി ഇരിപ്പോലെ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. ഇത് മതിയല്ലോ. ഇതൊന്നും ആയിക്കോട്ടെ. ഉപ്പ് വേണേ വേഗം ചേർത്തോ. ദേ അടിപൊളി. നിരത്തി വെച്ചാട്ടോ, ഞാനങ്ങ് അങ്ങനെ അങ്ങ് ഇട്ടെന്നുള്ളൂ. നിരത്തട്ടെ? ഇങ്ങനെ നമ്മുടെ ശർക്കര സേമിയ പായസം റെഡിയായി. ഞാനൊന്ന് ഇതിങ്ങടെ ചതച്ചുകൊണ്ട് വന്ന് ചേർക്കാം. ഇലക്കാ ചതച്ചത് കേട്ടോ, പൊടിയല്ല, ഇച്ചിരി ചതച്ചായിരുന്നു. ഞാൻ ഇടികളിൽ നനഞ്ഞിരുന്നുകൊണ്ട് നൈസായി പൊടിഞ്ഞ് കിട്ടിയില്ല. അതുകൊണ്ട് ഇച്ചിരി ചതഞ്ഞത് ടേസ്റ്റ് ഇറങ്ങിക്കോളും എന്തായാലും. ഞാനൊന്ന് ഇളക്കുവാണ്. അത് താന്നു പോയാലും കുഴപ്പമില്ല, നമ്മൾ വഴറ്റി ചേർത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ആർക്കൊക്കെ അമ്മ ഇത് കോരി എടുക്കണം? നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാൻ പതുക്കെ, എനിക്ക് ഇച്ചിരി ചൂടാറുന്നതാ ഇഷ്ടം, അതുകൊണ്ടാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി അവിടെ മുൻവശത്ത് മഴയൊക്കെ അല്ലേ ഇരുന്ന് കഴിച്ചോ. ഞാൻ ഈ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ശരിയാക്കി വെച്ച് അപ്പുറത്തേക്ക് വരാട്ടോ. ഇച്ചിരി മുന്തിരിങ്ങയൊക്കെ എടുത്ത് മീതെ വെക്കട്ടെ, അതല്ലേ ഭംഗി. പായസം എന്ന് പറഞ്ഞാൽ കാഷ്യൂ മുന്തിരിങ്ങയും വേണം അല്ലേ? അതെ. 2 ബൗളിലിട്. നോക്കട്ടെ. ചൂട്. ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ള സേമിയാട്ടോ. അമ്മ പിന്നെ കഴിക്കണെന്നാ പറഞ്ഞത്. എനിക്കിതൊക്കെ കഴുകി വെച്ചേച്ചാ മഞ്ഞോളതാ. അതെ.